ഇതെന്താണ് ആവേശം കുറഞ്ഞു പോയത്? വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് വർഷ എന്നാണ്, സ്ഥലം കണ്ണൂരാണ്. അപ്പോൾ ഒരു ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. തികച്ചും യാദൃശ്ചികമായിട്ട് ഒരു 3-in-1 ഫേസ് വാഷ് വാങ്ങി യൂസ് ചെയ്യാനിടയുണ്ടായി. പക്ഷെ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര കൊള്ളില്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു. കാരണം രണ്ടാമത് വാങ്ങാൻ പിന്നെ വീട്ടിൽ തന്നെ പൈസ ചോദിക്കണമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ നെയ്ബറാണ് ഈ ഒരു പ്രൊഡക്റ്റ് തന്നത്. ആൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എൻ്റെ ബ്രദറിലേക്ക് എത്തിയ സമയത്ത് അവൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടു, മനസ്സിലായി. പക്ഷെ അവൻ പുറത്താണ് പഠിക്കുന്നൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ പുറത്ത് അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ പോയ സമയത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു മേഖല വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആ സമയം +2 ആയിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പോയി തുടങ്ങിയ സമയത്താണ്, നമുക്കറിയാലോ കോളേജിലൊക്കെ പോകുമ്പോൾ വീട്ടുകാരോട് ഡെയിലി പൈസ തരുമോ എന്ന് ചോദിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക്, നമുക്കല്ല, അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാലോ എന്നുള്ള രീതിയിലാണ് വീണ്ടും ആ നെയ്ബറിന്റെ അടുത്ത് അങ്ങോട്ടേക്ക് പോയി ചോദിച്ച് മനസ്സിലാക്കിയ ഒരു അവസരത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ട സമയത്ത് ചെയ്യാൻ പറ്റുമോ, അതായത് പലർക്കുള്ള രീതിയിലുള്ള പല തെറ്റിദ്ധാരണകളും എനിക്കുണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നം, ഇത് യാതൊരു വിധത്തിലുള്ള ജോലി ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു മേഖലയാണ്, അതായത് വേറെ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വരുന്നൊരു മേഖലയാണെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ തെറ്റിദ്ധാരണ. രണ്ടാമത് ഇങ്ങനെ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് പേസ്റ്റ് വേണോ സോപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പരിപാടിയാണ്. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ഈ മേഖല മാറ്റിവെച്ചു. പക്ഷെ എൻ്റെ ലീഡേഴ്സ് നിരന്തരമായി വന്ന് ഫോളോ അപ്പ് ചെയ്ത് ഓരോ തവണ പല കാര്യങ്ങൾ പറയുമ്പോഴും ശരിയാണ്, പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് അവർ നിർബന്ധിച്ച ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചത്. അത് ഇന്ന് കമ്പനിയുടെ യങ്ങസ്റ്റ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ മിസ്റ്റർ മുഹമ്മദ് സിനാൻ സാറിന്റെ ഒരു FSS എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്ത സമയത്ത് ബിസിനസിനെ കുറിച്ച് വലിയ രീതിയിലൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചുരുങ്ങിയ വർഷം കൊണ്ട്, ഒരു ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തുടങ്ങിയ ഒരു വ്യക്തി ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്നെ വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാന്നുള്ള രീതിയിൽ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇതായിരുന്നു, ഇതും എടുത്തിട്ട് നേരെ പോകുന്നത് കോളേജിലേക്കാണ്. ഫ്രണ്ട്സ് ഒക്കെ ഞാനിങ്ങനെ വരാന്തേ കൂടെ ഒക്കെ നടക്കുമ്പോൾ അവിടുന്ന് എലമെന്റ്സ് എന്ന് വിളിക്കുന്നുണ്ടാവും, ഒരു ഭാഗത്ത് നോൺ ആൻഡ് ഓൺ എന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും കൂടി കളിയാക്കൽ തുടങ്ങിയപ്പോൾ മതി, വേണ്ടത് വിട്ടേക്കാന്നുള്ള രീതിയിൽ ബിസിനസ് അങ്ങനെ ഒരു പാതിയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. അത് അറ്റൻഡ് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ MS പ്രസാദ് സാറിന്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അറിയാം, ഒരു ശരിയായ റിയലൈസേഷൻ ആണ് എന്താണ് ഈ ബിസിനസ്, നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു റിയലൈസേഷൻ അവിടുന്ന് കിട്ടി. അന്നൊരു തീരുമാനം എടുത്തു, ഇനി ആരെന്ത് പറഞ്ഞ് കളിയാക്കിയാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ അവിടുന്ന് എടുത്തൊരു തീരുമാനം ചുരുങ്ങിയ 1 വർഷം കൊണ്ട് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, കോളേജിലേക്ക് പോകുമ്പോൾ എലമെന്റ്സ് ഉണ്ടായിരുന്നു, ഓൺ ആൻഡ് ഓൺ ഉണ്ടായിരുന്നു. ഇടക്കിടക്ക് 2 എന്നൊക്കെ വിളിച്ച് കളിയാക്കും. അപ്പൊ 2 ഫുഡ് കഴിച്ചോ, 2 ചായ കുടിച്ചോ, ഇങ്ങനെയായിരുന്നു ചോദിക്കുക. അപ്പൊ ഇത് കേട്ട സമയത്ത് എന്നോട് എപ്പോഴും ചോദിക്കും, ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയും, ഇത് അങ്ങ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു എല്ലാവരും പറയാം, അല്ലെ? ആരെങ്കിലും വാങ്ങിച്ചത് കൊണ്ട് കാര്യമില്ല, നിനക്ക് കിട്ടിയാലല്ലേ എന്നുള്ളതായിരുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചു. സത്യം പറഞ്ഞാൽ പ്രവർത്തിക്കാതെ ഇവിടെ ഒന്നും കിട്ടൂല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോൾ വീണ്ടും ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ കൂടെ വന്ന 2 വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കൊടുത്തുകൊണ്ട് കമ്പനിയുടെ 560ാമത്തെ വീക്കില് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീലിംഗ് അച്ചീവർ ആയിട്ട് എൻ്റെ 19ാമത്തെ വയസ്സിൽ ആഴ്ച വരുമാനം 2,10,000 ഈ ഒരു കമ്പനിയിലൂടെ വാങ്ങാൻ സാധിച്ചു. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളും നേട്ടങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ പുതിയ വന്ന വ്യക്തികളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ 18 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ആവശ്യങ്ങളൊന്നും പ്രത്യേകിച്ച് ആ സമയം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ബന്ധങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ആ ബന്ധങ്ങൾ വെച്ചിട്ട് ഇന്ന് കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ അതിശക്തമായിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾക്കിപ്പം ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എത്തിയിട്ടുള്ളത്. ശക്തമായിട്ട് നിൽക്കുക. കളിയാക്കാൻ ആളുകൾ ഉണ്ടാവും, കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ചവിട്ടി തേക്കാൻ പോലും ആളുകൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ
ഇതിലൂടെ കേൾക്കാം, ഇതിലൂടെ കളയാന്ന് മാത്രമേ പറയാനുള്ളൂ. ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ്സിനെ പഠിക്കുക, മനസ്സിലാക്കുക, ഏറ്റെടുത്ത് ചെയ്യാം. എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഏത് ഉയരങ്ങളിലും നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് നേടാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധിക്കും. അത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.